പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. എല്ലാവരെയും ഞാൻ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുകയാണ്. തുടർന്നുള്ള ചില നിമിഷങ്ങളുടെ ദൈവവചന ധ്യാനത്തിനു വേണ്ടി ഒരു തിരുവചനം വായിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. ഞാൻ അവരെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിക്കുമെന്നും ഞാൻ അവർക്ക് വേണ്ടി നോക്കി വെച്ചിരുന്നതും പാലും തേനും ഒഴുകുന്നതും സർവ്വദേശങ്ങളുടെയും മഹത്വമായിരിക്കുന്നതുമായ ദേശത്തിലേക്ക് അവരെ കൊണ്ടുവരുമെന്നും ആ നാളിൽ കൈ ഉയർത്തി സത്യം ചെയ്തു. ഈ വായിച്ച വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. യഹോവയാകുന്ന ദൈവം പറയുകയാണ്, ഞാൻ അവരെ പുറപ്പെടുവിക്കും. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്നതിന് മുന്നമേ, അല്ലെങ്കിൽ അബ്രഹാം ഊരെന്ന പട്ടണത്തിൽ നിന്നും ദൈവശബ്ദം കേട്ട് ഇറങ്ങി പുറപ്പെടുന്നതിന് മുന്നമേ ദൈവം അവർക്ക് വേണ്ടി ഒരു മനോഹരമായ ദേശം നോക്കി വെച്ചിരുന്നു. അതുകൊണ്ടാണ് നാം വായിച്ച വാക്യത്തിൽ ഇങ്ങനെ കണ്ടത്, ഞാൻ അവർക്ക് നോക്കി വെച്ചിരുന്ന ആ ദേശം. അങ്ങനെയെങ്കിൽ ദൈവത്താൽ വിളിക്കപ്പെട്ട, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനമേ, എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം നോക്കി വെച്ചിരിക്കുന്നത് ഏറ്റവും മനോഹരമായതാണ്, ഏറ്റവും ശ്രേഷ്ഠമേറിയതാണ്. ഏറ്റവും അനുയോജ്യമായതിനെ, അല്ലെങ്കിൽ ഏറ്റവും യോഗ്യമായതിനെ ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതൊരു ജോലിയായിരിക്കാം, അതൊരു പക്ഷേ ഒരു വിദ്യാഭ്യാസത്തിലേക്കുള്ള ചുവടുവയ്പ്പായിരിക്കാം, അല്ലെങ്കിൽ അതൊരു പക്ഷേ ഒരു വിവാഹ ജീവിതത്തിലേക്ക് വേണ്ടിയുള്ള ഒരു ചുവടുവയ്പ്പായിരിക്കാം. എന്തു തന്നെ ആയാലും ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി മനോഹരമായ ചിലത് നോക്കി വെച്ചിട്ടുണ്ട്. സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ 31-ാം സങ്കീർത്തനത്തിൻ്റെ 19-ാം വാക്യം ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്. 31-ാം സങ്കീർത്തനം അതിൻ്റെ 19-ാം വാക്യം, തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി അവൻ സംഗ്രഹിച്ചിരിക്കുന്നതും തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി അവൻ മനുഷ്യപുത്രന്മാർ കാണുക പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകും. അപ്പോൾ തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്നത് നന്മയാണ്. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ചിരിക്കുന്നത് അത് ഏറ്റവും ശ്രേഷ്ഠമേറിയതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ആശ്രയം കർത്താവിലാണോ? നിങ്ങൾ കർത്താവിൻ്റെ കാൽച്ചുവടുകൾ പിൻപറ്റുന്ന ഒരു ദൈവവൈതലാണോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവ് കരുതി വെച്ചിരിക്കുന്നത് അത് തിന്മയല്ല, അത് നന്മയാണ്. അങ്ങനെയെങ്കിൽ ദൈവം സംഗ്രഹിച്ചിരിക്കുന്ന, ദൈവം നോക്കി വെച്ചിരിക്കുന്ന ആ നന്മയെ പ്രാപിക്കുവാൻ, ആ അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ, ആ ഉയർച്ചയെ പ്രാപിക്കുവാൻ ഞാനും നിങ്ങളും എന്താണ് ചെയ്യേണ്ടത്? നാം ചെയ്യേണ്ടത് ഇത്രമാത്രം, നാം ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കുക. 2, കാത്തിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം നമുക്ക് വേണ്ടി സംഗ്രഹിച്ചിരിക്കുന്ന, ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ആ നന്മ ശത്രുവായവൻ തട്ടിക്കളയാതെ നമ്മുടെ കരങ്ങളിൽ എത്തുവാൻ തക്കവണ്ണം നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടതും ആവശ്യമാണ്. അങ്ങനെ കാത്തിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതൽ, അവൻ എടുക്കുന്ന ഓരോ ചുവടുകൾക്ക് മുന്നമേ, അവൻ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾക്ക് മുന്നമേ അവൻ ദൈവത്തോട് ആലോചന ചോദിക്കേണ്ടതും ആവശ്യമാണ്. നാം പ്രാരംഭത്തിൽ വായിച്ച വാക്യത്തിൻ്റെ അകത്ത് ദൈവം കരുതി വെച്ചതിൻ്റെ, അല്ലെങ്കിൽ ദൈവം സൂക്ഷിച്ചു വെച്ചതിൻ്റെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ദൈവം കരുതി വെച്ചതിൻ്റെ ശ്രേഷ്ഠത? എന്താണ് ദൈവം നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചതിൻ്റെ ശ്രേഷ്ഠത? അവിടെ പറയുകയാണ്, പാലും തേനും ഒഴുകുന്നതും സർവ്വദേശങ്ങളുടെയും മഹത്വമായിരിക്കുന്ന കനാൻ. അങ്ങനെയെങ്കിൽ ദൈവം നോക്കി വെക്കുന്നത്, ദൈവം നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുന്നത് അത് ശ്രേഷ്ഠമേറിയതായിരിക്കും. ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചത് അത് ഉന്നതമേറിയതായിരിക്കും. ദൈവം നമുക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നത് അത് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതിനെയാണോ നാം നോക്കി കാത്തിരിക്കുന്നത്? അതോ നാം നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ ആലോചനയ്ക്കും അനുസരിച്ച് ചുവടുകൾ വെക്കുന്നവരാണോ? മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ അകത്ത് അവന് ഒരുപാട് ആലോചനകളുണ്ട്. ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, എന്നാൽ അതിൻ്റെ അവസാനമോ മരണ വഴികളത്രേ.
അപ്പോൾ നമ്മുടെ ആലോചനകളും നമ്മുടെ തീരുമാനങ്ങളൊക്കെ ഒരുപക്ഷെ പരാജയങ്ങളായി മാറിയെന്ന് വരാം. എന്നാൽ ദൈവത്തിൻ്റെ ആലോചനകൾ, ദൈവത്തിൻ്റെ ഹിതം ഒരിക്കലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്ത് അത് പരാജയമായി ഭവിക്കത്തില്ല. നിശ്ചയമായിട്ടും അത് ഉയർച്ചയായി, മാന്യതയായി തന്നെ തീരുവാനായിട്ടിടയായി തീരും. അതുകൊണ്ട് ഇന്ന് നാം മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, ദൈവം എനിക്ക് വേണ്ടി ഒരു നന്മ കരുതി വെച്ചിട്ടുണ്ട്. ദൈവം എനിക്ക് വേണ്ടി ശ്രേഷ്ഠമായത് എന്തോ കരുതി വെച്ചിട്ടുണ്ട്. ദൈവം നോക്കി വെച്ചിരിക്കുന്നത് ഉന്നതമേറിയതാണ്. ദൈവം നോക്കി വെച്ചിരിക്കുന്നത് അത് അനുഗ്രഹമേറിയതാണ്. ഉൽപ്പത്തി പുസ്തകം 2 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 18 വാക്യത്തിൻ്റെ അകത്ത് മനുഷ്യന്റെ ഏകാന്തത മനുഷ്യൻ ദൈവത്തോട് പറയുന്നതിനു മുന്നമേ സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം മനുഷ്യന്റെ ഏകാന്തതയെ മനസ്സിലാക്കി മനുഷ്യൻ ഏകനായി ഇരിക്കുന്നത് നന്നല്ല എന്ന് കാണുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഏത് മേഖലകളിലാണ് നാം ശുഭമല്ലാതിരിക്കുന്നതെന്ന് ദൈവത്തിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് നഹൂം പ്രവാചകന്റെ പുസ്തകം 1 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ ബൈബിൾ ഇങ്ങനെ പറയുന്നത്, യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണമാകുന്നു, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. അപ്പോൾ ദൈവം തന്നിൽ ആശ്രയിക്കുന്ന ഭക്തന്മാരുടെ ഓരോ വിഷയങ്ങളും, ഓരോ കാര്യങ്ങളും, അവരുടെ ഓരോ അവസ്ഥകളും നന്നായി അറിയുന്നവനാണ്. ഇന്ന് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും അയ്യോ ആരും എന്നെ അറിയുന്നില്ലെന്ന് പറയുന്നുണ്ടോ? നിങ്ങളെ ആരും അറിയുന്നില്ലെങ്കിലും സർവശക്തനായ, സർവജ്ഞാനിയായ കർത്താവ് നിങ്ങളെ അറിയുകയാണ്. ആ അറിയുന്ന കർത്താവ് അവൻ നല്ലവനാണ്. ആ ദൈവം നിങ്ങളുടെ സ്ഥിതികളെ, സാഹചര്യങ്ങളെ മാറ്റാൻ മതിയായവനാണ്. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി കാത്തുവെച്ചിരിക്കുന്നത്, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്, ദൈവം നമുക്ക് വേണ്ടി സംഗ്രഹിച്ചിരിക്കുന്നത് നമ്മുടെ കരങ്ങളിൽ എത്തണമെങ്കിൽ ദൈവപാദപീഠത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ, പ്രാർത്ഥനയോടെ നാം കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ എന്നോട് ചോദിക്കാം, ഈ തിരക്കേറിയ ഈ ജീവിതത്തിന്റെ നടുവിൽ കാത്തിരിക്കാൻ ആർക്കാ സമയം? ഇന്ന് മനുഷ്യൻ പലതിലേയും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും കാത്തിരിക്കാൻ സമയമില്ല. എല്ലാവർക്കും തിടുക്കമാണ്. നാം ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഒരു ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ 10-15 മിനിറ്റോ ആ ഭക്ഷണം, ഓർഡർ ചെയ്ത ഭക്ഷണം നമ്മുടെ മേശപ്പുറത്ത് വരാൻ താമസിച്ചാൽ നമ്മുടെ നിയന്ത്രണം വിട്ടുപോവുകയാണ്. അവിടെ നിൽക്കുന്ന വെയിറ്ററിനോട് നാം കോപപ്പെടുകയാണ്. ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഒരു ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിൻ്റെ അകത്തും വേഗത്തിൽ കാര്യങ്ങൾ നടക്കണമെന്നാണ് നമുക്ക് ആഗ്രഹം. എന്നാൽ നാം റോഡിലേക്ക് ഇറങ്ങിക്കേ, ഇന്ന് തിരക്കേറിയ ട്രാഫിക്കിന്റെ നടുവിൽ വാഹനമായി നാം പോകുമ്പോൾ നമുക്ക് തിടുക്കമാണ്. മുന്നിൽ ആരെങ്കിലും പയ്യെ പോയാൽ നാം അവരെ വേണ്ടാത്ത വാക്കുകളൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് എങ്ങനെയും മുമ്പിലെത്താനുള്ള ഒരു ധൃതിയാണ് നമുക്ക്. പല വഴക്കുകളും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? തിടുക്കത്തിന്റെ പേരിൽ പല വിഷയങ്ങളും ഉണ്ടാകുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് തിടുക്കത്തിൽ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാതെ ദൈവസന്നിധിയിൽ ദൈവ സമയത്തിനു വേണ്ടി, ദൈവിക നിയോഗത്തിനു വേണ്ടി കാത്തിരുന്ന് തീരുമാനങ്ങളെ എടുക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഏറ്റവും മഹത്തമായിരിക്കും, ഏറ്റവും അത് ശ്രേഷ്ഠമായിരിക്കും. തകർച്ചകളുടെ ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, വേദപുസ്തകം നാം പഠിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഭൂമിയിൽ ദൈവം സ്ഥാപിച്ച ഏറ്റവും വലിയ, ഏറ്റവും മഹത്തകരമായ ഒരു സ്ഥാപനമാണ് കുടുംബം എന്ന് പറയുന്നത്. ഒരു യൂണിവേഴ്സിറ്റിയോ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സോ അല്ലെങ്കിൽ മറ്റ് ഉന്നതമായ വ്യാപാര സ്ഥാപനങ്ങളോ സമുച്ചയങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിന് മുന്നമേ ഭൂമിയിൽ ദൈവത്താൽ സ്ഥാപിതമായ ഒരു മഹത് സ്ഥാപനമാണ് കുടുംബം എന്ന് പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ മറ്റ് ഏത് സ്ഥാപനങ്ങളെക്കാളും വളരെ കെട്ടുറപ്പുള്ള ഒരു സ്ഥാപനം എന്ന് പറഞ്ഞിരുന്നത് കുടുംബമായിരുന്നു. എന്നാൽ ഇന്ന് പല കുടുംബങ്ങളും തകർച്ചകളുടെ വക്കിലെത്തി നിൽക്കുകയാണ്. എന്തിനേറെ പറയുന്നു, അതേ ക്രിസ്തീയ കുടുംബങ്ങൾക്കകത്തു പോലും തകർച്ചകൾ ഇന്ന് വളരെ സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നിന്റെ ജീവിതത്തിന്റെ അകത്ത് തകർച്ചകൾ സംഭവിക്കാതിരിക്കണമെങ്കിൽ,
നീ പരാജയപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ, നീ താളടിയായി പോകാതിരിക്കണമെങ്കിൽ, ദൈവഹിതം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ചുവടുകൾ വെക്കുക. അത് നിന്റെ ജീവിതത്തിന്റെ അകത്ത് വലിയ അനുഗ്രഹമായും ഉയർച്ചയായും മാറുവാനായിട്ടിടയായിത്തീരും. അപ്പോൾ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി നല്ലത് സംഗ്രഹിച്ചിരിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നല്ലതിനെ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ദൈവമാണ്. അപ്പോൾ ഈ തകർച്ചകളുടെ അതേ ലോകത്തിന്റെ അകത്ത് തകരാതിരിക്കാൻ ഒന്നാമത് ദൈവഹിതം തിരിച്ചറിയുക. രണ്ട്, അതേ പ്രാർത്ഥനയോടെ നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ നടത്തുക. ഏത് തിരഞ്ഞെടുപ്പായാലും, അത് വിദ്യാഭ്യാസമായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, അത് ഒരു വാഹനം വാങ്ങുന്നതായിക്കോട്ടെ, ഒരു വിവാഹത്തിലേക്ക് ചുവടുവെക്കുന്നതായിക്കോട്ടെ, നിങ്ങൾ ഏത് തിരഞ്ഞെടുപ്പ് നിങ്ങൾ എടുത്താലും അതേ പ്രാർത്ഥനയോടെ ദൈവഹിതപ്രകാരം തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് കഴിയട്ടെ. മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിനു വേണ്ടി കാത്തിരിക്കുക. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിൽ എന്നെ കൈക്കൊള്ളും. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ നാം നടന്നാൽ അതിന്റെ അവസാനം മഹത്വകരമായിരിക്കും. അതൊരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല, അതൊരിക്കലും തളർന്നു പോകത്തില്ല. അതുകൊണ്ടല്ലേ ബൈബിൾ പറയുന്നത്, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞ് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ നടന്നാൽ അത് നടക്കേണ്ടുന്ന വഴിയായി തീരുവാനായിട്ടിടയായിത്തീരും. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത് ഏറ്റവും നല്ലതൊന്ന് കരുതിയിരിക്കുകയാണ്. ഇന്ന് ഈ ശബ്ദം പ്രത്യേകാൽ ഞാൻ യൗവനക്കാരെ അല്ലെങ്കിൽ അവിവാഹിതരായ ചെറുപ്പക്കാരോട് ഈ പ്രസംഗത്തിലൂടെ, ഈ സന്ദേശത്തിലൂടെ സംസാരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഒരുപക്ഷെ 30 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ, ഇന്നും ഒരു വിവാഹത്തിന് വേണ്ടി നോക്കി കാത്തിരിക്കുകയായിരിക്കാം. അല്ല, ഒരുപക്ഷെ 35 കഴിഞ്ഞു, എവിടെ എൻ്റെ തുണ എന്ന് ചിന്തിച്ച് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം. അതേ ഭാരപ്പെടേണ്ട, അതേ ആകുലപ്പെടേണ്ട, ദൈവം നല്ലതൊന്ന് കരുതിയിരിക്കുകയാണ്. ഞാൻ പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ചില്ലേ, ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുന്നതിന് മുന്നമേ, അല്ല അബ്രഹാമിനെ ഊരെന്ന പട്ടണത്തിൽ നിന്ന് വിളിച്ചിറക്കുന്ന മുന്നമേ ദൈവം അവർക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് നോക്കി വെച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന മാതാപിതാക്കളെ, തലമുറകൾക്ക് വേണ്ടി കരയുന്ന, തലമുറകളുടെ കുടുംബജീവിതത്തിന് വേണ്ടി കരയുന്ന, തലമുറകൾക്ക് അതേ കുഞ്ഞ് ജനിക്കാൻ കരയുന്ന മാതാവേ, പിതാവേ, അതേ എനിക്ക് നിങ്ങളോട് പറയാനൊരു ദൂതുണ്ട്, ഒരു വാഗ്ദത്തമുണ്ട്. നിങ്ങൾക്ക് ഒരു ആൺതലമുറയെ തന്ന ദൈവം, അല്ല നിങ്ങൾക്കൊരു പെൺതലമുറയെ തന്ന ദൈവം, അതേ നിങ്ങൾക്ക് ആ തലമുറ ജനിച്ചപ്പോൾ അതാണെങ്കിൽ അവന് വേണ്ടിയുള്ള ഒരു പെൺകുഞ്ഞിനെ അതേ നോക്കി വെച്ചിട്ടുണ്ട്. അതൊരു പെണ്ണാണെങ്കിൽ അവന് വേണ്ടിയുള്ള ഒരു ആൺതലമുറയെ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവം കരുതി വെച്ചതിനെ, ദൈവം നോക്കി വെച്ചതിനെ ശത്രു തട്ടിമാറ്റാതെ നിന്റെ കരത്തിൽ വരാൻ, നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് അത് വെളിപ്പെടാൻ, നിന്റെ തലമുറയുടെ ജീവിതത്തിൻ്റെ അകത്ത് അത് വെളിപ്പെടാൻ അതേ പ്രാർത്ഥനയോടെ ദൈവിക നിയോഗത്തിനായി കാത്തിരിക്കുക. അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്, അവൻ അതിശയങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അപ്പോൾ കർത്താവ് ഒരിക്കലും അതേ തിന്മയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒന്നും ചെയ്യുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നമ്മുടെ അതേ തലമുറകൾ ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ ഒരു പ്രൊഫസറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിൽ ഏതെങ്കിലും ഒരു ഉന്നതമായ ജോലിയിലോ ഒക്കെ ആയിരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാളൊക്കെ ഉപരി അഭിമാനത്തോടെ നാം പറയേണ്ടതൊന്ന്, എൻ്റെ തലമുറ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു തലമുറയാണ് എന്നുള്ളതാണ്. ഞാനിതെന്തിനാണ് പറഞ്ഞത്? ഞാനതൊന്ന് കയറ്റി പറയുകയാണ്. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പാർട്ട്ണറിന് വേണ്ടി അതേ ആഗ്രഹിച്ച് അതേ തീരുമാനിച്ചിരിക്കുമ്പോൾ, നിങ്ങളൊരു വിശ്വാസിയെങ്കിൽ, നിങ്ങളൊരു രക്ഷിക്കപ്പെട്ട ദൈവവൈതലെങ്കിൽ, നിങ്ങളൊരു അഭിഷേകത്താൽ നിറയപ്പെട്ട ദൈവവൈതലെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് കടന്നു വരേണ്ടത് രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവവൈതൽ മാത്രമായിരിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, അനന്തരം ലേവ്യ കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു. അപ്പോൾ ലേവ്യ കുടുംബത്തിലെ ഒരുവൻ പരിഗ്രഹിക്കേണ്ടത് ലേവ്യ കന്യകയായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, രക്ഷിക്കപ്പെട്ട നീ രക്ഷിക്കപ്പെട്ട ഒരു യുവതിയെ അല്ലെങ്കിൽ ഒരു യുവാവിനെ തന്നെ വിവാഹം കഴിക്കുവാനായിട്ടിടയായി തീരണം.
ഹല്ലേലൂയ. അതുകൊണ്ടാണ് അതേ ഉൽപ്പത്തി പുസ്തകത്തിന്റെ അകത്ത് അബ്രഹാം എന്ന് പറയുന്ന ആ മനുഷ്യൻ, ആ ദൈവ മനുഷ്യൻ, ഏലിയാസർ എന്ന് പറയുന്ന തൻ്റെ ദാസനെ അയക്കുമ്പോൾ തന്നോട് പറഞ്ഞു വിടുന്ന വാക്കിങ്ങനെയാണ്, നീ ഈ കനാന്യരിൽ നിന്ന് എൻ്റെ മകൻ ഒരു ഭാര്യ എടുക്കരുത്. എൻ്റെ സ്വദേശത്ത് എൻ്റെ ചർച്ചക്കാരിൽ അവരിൽ നിന്ന് ഒരു യുവാവിനെ, ഒരു ചെറുപ്പക്കാരനെ നീ തിരഞ്ഞെടുക്കണം. കനാനിൽ പാർക്കുന്ന യവനക്കാർ വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് സൗന്ദര്യമില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് യോഗ്യതകളില്ലാത്തത് കൊണ്ടല്ല. പക്ഷേ അബ്രഹാമിൻ്റെ ഉള്ളിൽ ഒരു തീരുമാനമുണ്ടായിരുന്നു, അവൻ്റെ ഉള്ളിൽ ഒരു പ്രമാണമുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഈ ശബ്ദം കേൾക്കുന്ന ദൈവവൈതലേ, കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യർ 6:14 ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല, പിണ കൂടരുത്. അപ്പോൾ ബന്ധങ്ങൾ ദൈവഹിതമായിരിക്കട്ടെ, ബന്ധങ്ങൾ ദൈവഹിതപ്രകാരമുള്ളതായിരിക്കട്ടെ. ഹല്ലേലൂയ. പല കുഞ്ഞുങ്ങളും എന്നെ ഇങ്ങനെ വിളിക്കാറുണ്ട്, അങ്കിളെ അല്ലെങ്കിൽ ബ്രദറെ അല്ലെങ്കിൽ പാസ്റ്ററെ, ഞങ്ങൾ ഇങ്ങനെ കോളേജിൽ ഇന്ന ഒരു ബന്ധത്തിൻ്റെ അകത്ത് ഞങ്ങൾ പെട്ടുപോയിരിക്കുകയാണ്. ആ ബന്ധങ്ങളുടെ കാര്യങ്ങളെയൊക്കെ കുറച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഈ കുഞ്ഞ് ഒരു രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്നതായിരിക്കാം. ഇവരുടെ അടുത്ത് ഐ ലവ് യു എന്ന് പറഞ്ഞ് എനിക്ക് നിന്നോട് പ്രേമമാണെന്ന് പറഞ്ഞു വന്ന് ചെറുപ്പക്കാരൻ യുവാവൊക്കെ രക്ഷയുടെ അനുഭവത്തിൻ്റെ 7 അയലത്ത് പോലും എത്തിപ്പെടാത്ത വ്യക്തിയായിരിക്കും. പക്ഷെ ഇവരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, അങ്കിളെ ഞാൻ രക്ഷിക്കപ്പെട്ടതല്ലേ, വിവാഹം കഴിയുമ്പോൾ ഞാൻ അവനെയും കൂടെ ഇങ്ങ് നേടിക്കോളാം. അങ്ങനെ ഒരു നേടലിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നില്ല. അങ്ങനെ നേടാൻ കഴിഞ്ഞാൽ അത് കൃപ. പക്ഷേ വിശ്വാസിയായിരിക്കുന്ന നീ അവിശ്വാസിയുമായിട്ട് ഇണയില്ല, പിണ കൂടരുത്. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അകത്ത് പല സൗഹാർദ്ദങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും തീരുമാനിച്ച് പലതിനും കോംപ്രമൈസ് ആകുന്ന അവസ്ഥകളുണ്ട്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അനുഗ്രഹം പ്രാപിപ്പാൻ, അനുഗ്രഹം അനുഭവിപ്പാൻ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഒരു ക്രിസ്തുവിൻ്റെ ദാസൻ എന്ന നിലയിൽ, ഒരു ദൈവ ഭക്തൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല, പിണ കൂടരുത്. നിങ്ങൾ ദൈവകൃപയിൽ നിൽക്കുന്ന, ദൈവവചന അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന, ആത്മാവിൻ്റെ നിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവവേദലെങ്കിൽ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് അതിൻ പ്രകാരമുള്ളതായി മാറട്ടെ. അങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. അപ്പോൾ ഇനി നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം നമുക്ക് വേണ്ടി നന്മ കരുതിയിരിക്കുന്നു എന്ന് നാം കേട്ടു. ദൈവം നമുക്ക് വേണ്ടി നല്ലതൊന്ന് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു നാം കേട്ടു. ദൈവം നമുക്ക് വേണ്ടി നല്ലതൊന്നിനെ ഒരുക്കി വെച്ചിരിക്കുന്നു നാം കേട്ടു. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 32-ാം അധ്യായത്തിന്റെ 39-ാം വാക്യത്തിൻ്റെ അകത്ത് ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, അവർക്കും അവരുടെ ശേഷം അവരുടെ മക്കൾക്കും ഗുണം വരത്തക്കവണ്ണം അവർ എന്നെ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും കൊടുക്കും. അപ്പോൾ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന, ഈ ശബ്ദം കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ തലമുറകൾക്കും ഗുണം വരത്തക്കവണ്ണം പ്രവർത്തിക്കുന്നവനാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. നിങ്ങൾക്ക് മാത്രം ഗുണം ചെയ്യുന്നവനല്ല, നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും ഗുണം വരത്തക്കവണ്ണം പ്രവർത്തിക്കുന്നവനാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിന്റെ അകത്ത് ബൈബിൾ പറയുന്നത്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ച് ചില നിരൂപണങ്ങളുണ്ട്, ദൈവത്തിന് നമ്മെക്കുറിച്ച് ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ ഒരിക്കലും തിന്മയ്ക്കായിട്ടല്ല, അത് നന്മയ്ക്കായിട്ടുള്ള പദ്ധതികളാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആ ദൈവിക പദ്ധതിയെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ. എന്താണ് പല പരാജയങ്ങളുടെയും കാരണം? എന്താണ് പല തകർച്ചകളുടെയും കാരണം? ആ ദൈവിക പദ്ധതിയെ തിരിച്ചറിയാതെ ചുവടുവെക്കുന്നതാണ് പല പരാജയങ്ങളുടെയും പല തകർച്ചകളുടെയും കാരണമായി മാറുന്നത്. സങ്കീർത്തനങ്ങൾ 106:13 വരുമ്പോൾ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, അവർ വേഗത്തിൽ അവൻ്റെ പ്രവർത്തികളെ മറന്നു, അവൻ്റെ ആലോചനയ്ക്ക് കാത്തിരുന്നുമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് കാത്തിരിക്കാതെ ധൃതിയിൽ ചുവടുകൾ വയ്ക്കുന്നത്, ധൃതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് പലപ്പോഴും പരാജയത്തിന് കാരണമായി മാറുകയാണ്.
അതുകൊണ്ട് അതേ ഒരു തീരുമാനത്തിലേക്ക് നാം ചുവടുവെക്കുമ്പോൾ പ്രാർത്ഥിച്ച് ദൈവഹിതം തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം തിരിച്ചറിഞ്ഞ് തീരുമാനങ്ങൾ എടുക്കുന്നുവെങ്കിൽ ഒരിക്കലും തകർന്നു പോകത്തില്ല, ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഉയർച്ചയ്ക്കും മാന്യതയ്ക്കും അതേ കാരണമായി തീരും. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാൻ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഏത് ചുവട് വയ്ക്കും, എങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് ചിന്തിച്ച് ആകുലപ്പെടുന്ന വ്യക്തി ജീവിതമേ, അതേ പരിശുദ്ധാത്മാവ് ചില വ്യക്തമായ തീരുമാനങ്ങളെ എടുക്കാൻ, ഹല്ലേലൂയ, വിജയത്തിലേക്കുള്ള ചില ചുവടുകളെ വെക്കാൻ നിന്റെ കരത്തിൽ നിന്ന് പിടിക്കുകയാണ്. ഹല്ലേലൂയ. അതേ 106:15 സങ്കീർത്തനം എങ്ങനെയാ പറയുന്നത്? അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. അപ്പോൾ നാം മോഹത്തോടെ ദൈവഹിതമല്ലാത്തത് ചിലത് പിടിച്ചു വെച്ച് കരഞ്ഞ് അത് യാചിച്ചാൽ ദൈവം തരും, തരാതിരിക്കത്തില്ല. കർത്താവിൻ്റെ ദാസൻ ജോൺസൺ പാസ്റ്റർ ഒരിക്കൽ പറഞ്ഞ ഒരു അനുഭവ കഥ എൻ്റെ ഓർമ്മയിലേക്ക് ഇങ്ങനെ ഓടി വരികയാണ്. ഒരിക്കൽ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു യൗവനക്കാരൻ അത് ഉപവാസത്തോടെ ഇരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എനിക്ക് തക്കതായൊരു തുണയെ തരണമേ, അങ്ങയുടെ ഹിതം മാത്രം എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെടണമേ. കണ്ണുനീരോടെ ഈ യുവാവ് പ്രാർത്ഥിക്കുകയാണ്, വളരെ ആത്മാർത്ഥതയോടെ ഇവൻ പ്രാർത്ഥിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ പാസ്റ്റർ ഇങ്ങനെ ചിന്തിച്ചു, ഇവൻ ഇത്രയും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയല്ലേ, ഒരു കാര്യം ചെയ്യാം, ഇവൻ്റെ തലയിൽ കൈവച്ച് ഇവനെ ഒന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ ഇവൻ്റെ അടുക്കലേക്ക് വരിക, ഇവൻ്റെ തലയെ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവൻ്റെ തലയിലേക്ക് കൈവയ്ക്കുമ്പോൾ ഇവൻ്റെ പ്രാർത്ഥന ഇങ്ങനെ അഭിഷേകം കേൾക്കുക. കർത്താവേ, അങ്ങയുടെ ഹിതം മാത്രം എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് നടക്കണം, പക്ഷേ അത് ശീലയായിരിക്കണം. അപ്പോൾ ഇവൻ്റെ മനസ്സിൽ ഏതോ ഒരു ശീല പണ്ടേ കയറിയിരിക്കുക. ഇവൻ ദൈവഹിതം മാത്രം മതി എന്ന് പറയുമ്പോഴും ഇവൻ കർത്താവിനോട് പറയുകയാണ്, ദൈവഹിതം മാത്രം മതിയപ്പാ, പക്ഷേ അത് ഞാൻ നോക്കി വെച്ചിരിക്കുന്ന ശീലയായിരിക്കണം. ഇന്ന് പകലിൽ അങ്ങനെ വല്ലതും നോക്കി വെച്ചിട്ടാണോ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്? ബൈബിൾ പറയുകയാണ്, അവർ അപേക്ഷിച്ചതിനെ അവൻ അവർക്ക് കൊടുത്തു. പക്ഷെ കിട്ടി, കാര്യം ശരിയാ. അടുത്ത വാക്ക് വളരെ ശ്രദ്ധയോടെ എൻ്റെ പ്രിയമുള്ളവർ കേൾക്കണം. എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയച്ചു. അപ്പോൾ ദൈവഹിതമല്ലാതെ നമ്മുടെ ജീവിതത്തിൽ വന്നു കയറുന്നത്, ദൈവഹിതമല്ലാതെ നാം നേടിയെടുക്കുന്നത്, അത് പിന്നത്തേതിൽ നമ്മുടെ പ്രാണന് ക്ഷയമായി മാറും. അതുകൊണ്ട് നമ്മുടെ പ്രാണന് ക്ഷയം വരാതിരിക്കേണ്ടതിന്, നമ്മുടെ പ്രാണന് തകർച്ച വരാതിരിക്കേണ്ടതിന്, നമ്മുടെ ജീവിതം പരാജയപ്പെട്ട് പോകാതിരിക്കേണ്ടതിന് ദൈവഹിതം മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന എത്ര പേർ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നുണ്ട്? നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് മഹത്വം വെളിപ്പെടുത്താൻ, നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് ശ്രേഷ്ഠമായത്, അനുഗ്രഹിക്കപ്പെട്ടത്, ഉന്നതമായത് വെളിപ്പെടുത്താൻ എൻ്റെ യേശു കർത്താവ് അവൻ മതിയായവനാണ്. ഇന്ന് പകലിൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരുടെ ജീവിതത്തിൻ്റെ അകത്ത് അത്ഭുതകരമായ ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവഹിതപ്രകാരമുള്ള ചില വഴികൾ ഇവരുടെ ജീവിതത്തിൻ്റെ അകത്ത് തുറന്നു വരട്ടെ. ദൈവഹിതമല്ലാത്ത എല്ലാ പദ്ധതികളെയും എല്ലാ വഴികളെയും ഇന്ന് ഈ സമയം പരിശുദ്ധാത്മാവിൽ ഹല്ലേലൂയ നിയോഗത്താൽ ഞാൻ ഇവരുടെ മുമ്പിൽ അടയ്ക്കുകയാണ്. ദൈവത്തിൻ്റെ വഴികൾ മാത്രം ഇവരുടെ മുമ്പിൽ തുറന്നു വരട്ടെ, ദൈവഹിതം മാത്രം ഇവരുടെ മുമ്പിൽ തുറന്നു വരട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ഒക്കെ നമുക്ക് കരഗതമാക്കാൻ പറ്റും, പക്ഷേ അത് പിന്നത്തേതിൽ നമ്മുടെ പ്രാണന് ക്ഷയമായി മാറും. അതുകൊണ്ട് ഇന്ന് പകലിൽ എൻ്റെ ഇഷ്ടമല്ലപ്പാ, എൻ്റെ ഹിതമല്ലപ്പാ, അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് നിവർത്തിയാകണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഈ ശബ്ദം കേൾക്കുന്നുണ്ട്? നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്നോണം ആ ദൈവത്തിൻ്റെ ആഴമേറിയ പദ്ധതി നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ ബൈബിൾ പറയുന്നത്, അവർ എൻ്റെ ആലോചന സഭയിൽ ഇരുന്നിരുന്നുവെങ്കിൽ ഞാൻ ആലോചന പറഞ്ഞ് അവരെ നടത്തുമായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആലോചന സഭയിൽ ഇരുന്നാൽ ആലോചന പറഞ്ഞ് കർത്താവ് നടത്തുവാനായിട്ടിടയായിത്തീരും. എന്നിട്ട് ഇങ്ങനെയാണ് 14-ാം വാക്യം 81-ാം സങ്കീർത്തനം പറയുന്നത്, അയ്യോ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. എന്നിട്ട് അടുത്ത വാക്ക്, എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു, അവരുടെ വൈരികളുടെ നേരെ എൻ്റെ കൈതിരിക്കുമായിരുന്നു. യഹോവയെ പകയ്ക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു, എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്കും നിലനിൽക്കുമായിരുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു ശുഭകാലം നിലനിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളുടെ തലമുറയുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, നിങ്ങളുടെ തലമുറകളുടെ കുടുംബ ജീവിതത്തിൽ അതേ ഒരു ശുഭകാലം നിലനിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് മാത്രം ചുവടുവെക്കുക. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്, ദൈവം നമുക്ക് വേണ്ടി നോക്കി വെച്ചിരിക്കുന്നത് അത് ശ്രേഷ്ഠകരമാണ്. ഹല്ലേലൂയ. നമുക്കൊരു തലമുറയെ നൽകിയ നാഥൻ ആ തലമുറയുടെ ഭാവിയും ശോഭനമാക്കുവാൻ മതിയായവനാണ്.
ഹല്ലേലൂയ. അബ്രഹാം അതേ ഏലിയാസറിനോട് പറയുന്ന ഒരു വാക്ക് മാത്രം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഹല്ലേലൂയ. അബ്രഹാം ഏലിയാസറിനെ അയക്കുമ്പോൾ ആ ഏലിയാസറിനോട് പറഞ്ഞു വിട്ട ഒരു വാക്കിങ്ങനെയാണ്: ഏറ്റവും അനുയോജ്യമായതിന് എൻ്റെ തലമുറയ്ക്ക് വേണ്ടി യഹോവ കരുതുമെന്ന് പറഞ്ഞ് അവൻ പ്രാർത്ഥിച്ചു വിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞാണ് അയക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായത്തിൻ്റെ 7 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അബ്രഹാം പറയുകയാണ്: എന്നെ ഇതുവരെ നടത്തിയ ദൈവം, എന്നെ ഇതുവരെ സഹായിച്ചവൻ എൻ്റെ തലമുറയെ കൈവിടത്തില്ല, എന്നെ കരുതിയവൻ എൻ്റെ തലമുറയ്ക്ക് വേണ്ടിയും കരുതും. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു വിശ്വാസമല്ലേ നമ്മിലും വ്യാപരിക്കേണ്ടത്? എന്നെ ഇതുവരെ നടത്തിയത് കർത്താവാ. ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ അതേ നിങ്ങൾക്കും പറയാൻ കഴിയുന്നില്ലേ? എന്നെ ഇതുവരെ കൊണ്ടുവന്നത് കർത്താവാണ്, എൻ്റെ കഴിവല്ല, എൻ്റെ കരുത്തല്ല, അവൻ്റെ കൃപയാണ് എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത്. അങ്ങനെയെങ്കിൽ നമ്മെ ഇവിടെ വരെ കൊണ്ടെത്തിച്ച ദൈവം അവൻ ഇനിയും നടത്താൻ മതിയായവനല്ലേ? അവൻ ഇനിയും നമുക്ക് വേണ്ടി കരുതാൻ മതിയായവനല്ലേ? ഹല്ലേലൂയ. നമ്മുടെ തലമുറകളെയും കരുതാൻ അവൻ മതിയായവനല്ലേ? അങ്ങനെയെങ്കിൽ ആ ഒരു വിശ്വാസം നമ്മൾ വ്യാപരിക്കട്ടെ. യഹോവ ഈരേ, അവൻ എനിക്ക് വേണ്ടി കരുതാൻ മതിയായവനാണ്. ഹല്ലേലൂയ. ദൈവം നോക്കി വയ്ക്കുന്നതിൻ്റെ പ്രത്യേകതയും കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് കുത്തിടാം. ഹല്ലേലൂയ. അബ്രഹാം മകനുമായി യാഗം കഴിക്കാൻ മോറിയ മലയിലേക്ക് കയറിപ്പോകുമ്പോൾ മകൻ അപ്പനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: അപ്പാ, വിറകുണ്ട്, തീയുണ്ട്, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? ആ ചോദ്യത്തിന് മറുപടി എന്നോണം അബ്രഹാം തലമുറയോട് പറയുന്ന വാക്കിങ്ങനെയാണ്: മകനെ, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെ യഹോവ കരുതിക്കൊള്ളും. വിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞ് വിശ്വാസ വീരൻ എന്ന് പറയുന്ന അബ്രഹാം മല കയറുമ്പോൾ പർവ്വതത്തിന്റെ മുകളിൽ, ഹല്ലേലൂയ, അവിടെ ഇതാ ഒരു ആട്, ഒരു കോലാട്ടുകൊറ്റൻ അവിടെ കാട്ടിൽ കൊമ്പ് പിടിവട്ടവനായി കിടക്കുന്നത് അവൻ കാണുക. ഹല്ലേലൂയ. കാട്ടിൽ പിടിവെട്ട് കിടന്ന ആ കോലാട്ടുകൊറ്റന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? അത് ഊനമില്ലാത്തതായിരുന്നു. യഹോവയ്ക്ക് യാഗം കഴിക്കുന്ന മൃഗം എങ്ങനെയുള്ളതാ? അത് ഊനമില്ലാത്തതാണ്. അങ്ങനെയെങ്കിൽ തലമുറകൾക്ക് വേണ്ടി ദൈവം കരുതിയാൽ കരുതി വെക്കുന്നത് അത് ഊനമില്ലാത്തതായിരിക്കും. കരുതി വെക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി ശ്രേഷ്ഠകരമായ ചിലത് ദൈവം കരുതിയിട്ടുണ്ട്. വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം, ധൈര്യത്തോടെ നമുക്ക് മുന്നേറാം. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യാൻ മതിയായവനാണ്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഈ കേൾക്കപ്പെട്ട ദൈവിക തിരുവചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചാട്ടെ. കർത്താവേ, എൻ്റെ ഹിതം വേണ്ടപ്പാ, അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറണം. എൻ്റെ തലമുറയിൽ അങ്ങയുടെ ഹിതം നിറവേറണം. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന യൗവനക്കാരെ, നീ ഒരുപക്ഷെ ദൈവഹിതമല്ലാത്ത ഏതെങ്കിലും ബന്ധത്തിൻ്റെ അകത്ത് കുടുങ്ങിക്കിടക്കുന്നവനായിരിക്കാം. നീ അതിൽ നിന്ന് പുറത്തു വരാൻ ദൈവം ആഗ്രഹിക്കുക. പലപ്പോഴും പിശാച് ദൈവഹിതമായതിൻ്റെ കയ്യിൽ വരാതിരിക്കാൻ ഡ്യൂപ്ലിക്കേറ്റിനെ കാട്ടി നിന്നെ പറ്റിക്കുക. ഇന്ന് പകലിൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിന്റെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകരുതേ. ഹല്ലേലൂയ. നിന്നെക്കുറിച്ച് ദൈവത്തിന് ആഴമേറിയ ഒരു പദ്ധതിയുണ്ട്. ഇന്ന് പകലിൽ തീരുമാനമെടുക്ക്, നീ മടങ്ങി വാ. നിന്നെ ഒരു അത്ഭുതമാക്കാൻ എൻ്റെ യേശു മതിയായവനാ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടയട്ടെ. കർത്താവേ, ഇന്ന് ഈ സമയം ഞങ്ങളോട് സംസാരിച്ച ദൈവവചനത്തിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. കർത്താവേ, ദൈവഹിതമല്ലാത്തതൊന്നും ഞങ്ങളുടെ കരത്തിൽ വരരുതേ. ദൈവഹിതമുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വരട്ടെ, ഞങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൻ്റെ അകത്ത് വരട്ടെ, ഞങ്ങളുടെ ബിസിനസ്സിൽ വരട്ടെ, ഞങ്ങളുടെ ജോലിയിൽ വരട്ടെ, ഞങ്ങളുടെ യാത്രകളിൽ വരട്ടെ. ഞങ്ങൾ ചുവട് വയ്ക്കുന്ന ഓരോ ചുവടുകളിലും ദൈവഹിതം മാത്രം ഞങ്ങൾ സംഭവിക്കട്ടെ. ദൈവഹിതത്തിന് വിപരീതമായി വ്യാപരിക്കുന്ന എല്ലാ വ്യാപാര ശക്തികളെയും ഞങ്ങൾ ആത്മാവിൽ ഇപ്പോൾ ക്യാൻസൽ ചെയ്യുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൻ്റെ അകത്ത് അത്ഭുതത്തിൻ്റെ വഴികൾ തുറന്നു വരട്ടെ. അവരുടെ തലമുറകളുടെ മേൽ അത്ഭുതത്തിൻ്റെ, വിടുതലിൻ്റെ, അനുഗ്രഹത്തിൻ്റെ ഹല്ലേലൂയ ഉറവുകൾ തുറന്നു വരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിൻ്റെ സ്ഥാനപതിയായി നിന്നുകൊണ്ട് ദൈവിക അധികാരത്താൽ ഞാൻ അനുഗ്രഹിക്കുകയാണ്. ഇവരൊരു അനുഗ്രഹമാകട്ടെ. ഇവർ കടന്നു പോകുന്ന മേഖലകളിൽ ഇവർ അനുഗ്രഹമാകട്ടെ. ദൈവം കരുതി വെച്ചതിനെ ഇവർ പ്രാപിക്കുന്നവരായി മാറട്ടെ. കർത്താവ്, പ്രാർത്ഥന കേട്ടനായി നന്ദി പറയുന്നു. ഒരുമിച്ച് അനുഗ്രഹിച്ചനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വചന സന്ദേശങ്ങൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും ഇത് ഷെയർ ചെയ്യുക. കൂടുതൽ സന്ദേശങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ ഇൻ ജീസസ് നെയിം. ആമേൻ.